നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിൽ നട്ട തെങ്ങ് തീരെ കായ്ക്കുന്നില്ലേ, അതോ വിളവ് തീരെ കുറവാണോ? എല്ലാത്തിനും നമുക്ക് പരിഹാരമുണ്ട്. തെങ്ങ് നിറച്ചും തേങ്ങ കായ്ക്കാൻ ചിലവ് തീരെ കുറഞ്ഞ ഒരു രീതിയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. തെങ്ങുകൾക്ക് അത്യാവശ്യം ചില പരിചരണങ്ങൾ നൽകിയാൽ മികച്ച വിളവ് ലഭിക്കും. അതിനായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തെങ്ങിന് വർഷം തോറും തടമെടുത്ത് കല്ലുപ്പിടുന്നത് പണ്ട് പതിവായിരുന്നു. ഉപ്പും ചാരവുമായിരുന്നു പൂർവികർ തെങ്ങിന് നൽകിയിരുന്ന പ്രധാന വളങ്ങൾ. ഉപ്പിൽ 60% ക്ലോറിൻ നാളികേര ഉൽപ്പാദനവും കാമ്പിൻ്റെ കട്ടിയും കൊപ്രയുടെ തൂക്കവും കൂടുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന പോഷക മൂലകമാണ് എന്നത് പലരും മറക്കുന്നു. മഴക്കാലത്ത് ഉപ്പിടുന്നതും ഇന്ന് നിന്നുപോയി. ഇന്ന് വീടുകളിൽ ചാരം കിട്ടാനില്ല. അതുകാരണം തെങ്ങിന് ചാരമിടുന്ന പതിവുമില്ലാതായി. അതിനാൽ നാളികേര ഉൽപ്പാദനത്തിന് കൂടിയ അളവിൽ ആവശ്യമായ ക്ലോറിൻ്റെ അഭാവം കേരളത്തിലെ മിക്ക തെങ്ങിൻ തോപ്പുകളിലെയും മണ്ണിലുണ്ട്. തെങ്ങിൻ്റെ കായ്ഫലം കൂട്ടാൻ നൽകാവുന്ന ഏറ്റവും വില കുറഞ്ഞ പ്രകൃതി സൗഹൃദ വളമാണ് ഉപ്പ്. ക്ലോറിൻ്റെ അഭാവത്തിൽ തെങ്ങോല മഞ്ഞളിക്കുകയും അവയിൽ ഓറഞ്ച് നിറമുള്ള പാടുകൾ ഉണ്ടാകുകയും ചെയ്യും. കൂടാതെ കണയോലകളുടെ അഗ്രം കരിയുകയും ഓല ചുരുണ്ട് തൂങ്ങുകയും ക്രമേണ വിളവ് തീരെ കുറയുകയും ചെയ്യും. തെങ്ങിന് നൽകുന്ന ഉപ്പിൻ്റെ അളവ് കൃത്യമായി പാലിച്ചിരിക്കണം. കായ്ക്കുന്ന 100 തേങ്ങയിൽ കൂടുതൽ കിട്ടുന്ന തെങ്ങുകൾക്ക് തടം തുറന്ന് 2 കിലോ വീതവും തൈകൾക്ക് 1 കിലോ വീതവും നൽകാം. മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുള്ളപ്പോൾ മാത്രമേ ഉപ്പ് ചേർക്കാവൂ. ഈർപ്പമില്ലാത്ത മണ്ണിൽ ഉപ്പ് ചേർക്കുന്നത് വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക. വേരുപടലത്തിൽ ഉപ്പിൻ്റെ അംശം അടിഞ്ഞുകൂടുകയും മണ്ണിൽ നിന്ന് വളവും വെള്ളവും വലിച്ചെടുക്കുന്നതിന് തടസ്സമാകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് മഴക്കാലത്ത് ഉപ്പിടാൻ പറയുന്നത്. തെങ്ങിന് ചുറ്റും തടം തുറന്ന് അതിൽ ജൈവവളങ്ങളും മറ്റു രാസവളങ്ങളും ചേർക്കുന്നത് അതിന് 2 ആഴ്ച മുൻപേ നമുക്ക് ഉപ്പുകല്ല് ചേർത്ത് കൊടുക്കാം. എന്നാൽ പുളിരസം കൂടിയ മണ്ണിൽ കുമ്മായമോ ഡോളമൈറ്റോ ചേർത്ത് പുളിരസം കുറച്ചിട്ട് വേണം കല്ലുപ്പും മറ്റു വളങ്ങളും നൽകാൻ. തടത്തിൻ്റെ പുറം പകുതിയിലാണ് കല്ലുപ്പ് വിതറേണ്ടത്. അതായത് ചുവട്ടിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ വിട്ട് ബാക്കി സ്ഥലത്ത്. ഉപ്പ് വിതറിയ ശേഷം തടത്തിൻ്റെ അരികിൽ നിന്ന് മണ്ണ് കിളച്ചിട്ട് മൂടണം. കല്ലുപ്പ് ചേർക്കുക വഴി തെങ്ങിൽ കൂടുതൽ വെള്ളയ്ക്ക ഉണ്ടാവുകയും അവ പുഷ്ടിയോടെ വളരുകയും ചെയ്യുന്നു. സമയമായിട്ടും കായ്ക്കാൻ മടിച്ചു നിൽക്കുന്ന തെങ്ങിൻ തൈകൾക്ക് മഴക്കാലത്ത് 2 കിലോ ഉപ്പ് തടമെടുത്ത് നൽകിയാൽ അവ കാലേ കൂട്ടി കായ്ച്ചു തുടങ്ങും. തെങ്ങിന് ക്ലോറിൻ നൽകുന്ന മറ്റ് പ്രധാന വളമായ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് വളത്തെ അപേക്ഷിച്ച് വില കുറഞ്ഞത് പ്രകൃതി സൗഹൃദമായ കല്ലുപ്പാണ്. അതുപോലെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത കൂട്ടുന്ന സൂക്ഷ്മജീവികളുടെ വളർച്ചയ്ക്ക് ജൈവവളങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ജൈവവളങ്ങളിലെ പോഷകങ്ങൾ സാവധാനത്തിൽ മണ്ണിൽ ലയിച്ച് തെങ്ങിന് ദീർഘനാൾ ലഭ്യമാക്കുന്നു. കർഷകർ പലതരം തെങ്ങുകൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അവയിൽ കുറ്റ്യാടി തെങ്ങ് എന്നറിയപ്പെടുന്ന ഇനത്തിന് മറ്റുള്ളവയേക്കാൾ മൂല്യമുണ്ട്. വെള്ളത്തിൻ്റെ രുചി, തേങ്ങാപ്പീര, അതുപോലെ എണ്ണ, കായ്ക്കുന്ന തേങ്ങയുടെ എണ്ണം എന്നിവയുടെ കാര്യത്തിൽ ഇവ മറ്റ് നാളികേര ഇനങ്ങളെക്കാൾ മികച്ചതാണ്. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന തെങ്ങാണ് കുറ്റ്യാടി തെങ്ങിന്. കുറ്റ്യാടി തെങ്ങിൻ്റെ ശരാശരി മൂപ്പ് 4 മുതൽ 5 വർഷമാണ്. വെള്ളം, സൂര്യപ്രകാശം, പരിചരണം, നട്ടുപിടിപ്പിച്ച ഓരോ തെങ്ങിൻ്റെയും ദൂരം തുടങ്ങി പല ഘടകങ്ങളും നേരത്തെ കായ്ക്കുന്നതിന് കാരണമാകുന്നു. കുറ്റ്യാടി തെങ്ങിനത്തിൻ്റെ ശരാശരി ആയുസ് ഏകദേശം 100 മുതൽ 150 വർഷമാണ്. മറ്റു പല ഹൈബ്രിഡ് ഇനങ്ങളും ഈ കാലയളവിന് അടുത്തുപോലും എത്താറില്ല. ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.